ഹായ് ഓൾ, വെൽക്കം ടു ഐഡം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് HTML ആണ്. അപ്പോൾ ആദ്യം ഞാൻ തിയറിയാണ് പഠിപ്പിക്കുന്നത്. തിയറി എടുക്കുന്നതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ തിയറി പഠിക്കുന്നതിലൂടെ ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറും ബേസിക് കൺസെപ്റ്റും റൂൾസൊക്കെ മനസ്സിലാക്കാനും മിസ്റ്റേക്സുകൾ കുറച്ചുകൊണ്ട് പ്രാക്ടിക്കൽ സെഷൻ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. HTML. HTML stands for Hypertext Markup Language. HTML ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നതിന് കാരണം HTML ലിങ്കുകളുണ്ട്, അതായത് ലിങ്കുകളെ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റുകളുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ ലിങ്കുകളെ നമ്മൾ ഹൈപ്പർ ലിങ്ക്സ് എന്നും പറയും. മാർക്കപ്പ് എന്ന് പറഞ്ഞാൽ HTML-നകത്ത് നമ്മൾക്ക് ടാഗുകൾ വരുന്നുണ്ട്. അത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളുണ്ട്, അതുപോലെ മറ്റ് ടാഗുകൾ നമുക്ക് വരുന്നുണ്ട്. ഇമേജസിന്, വീഡിയോസിന്, ഓഡിയോസിന് ഒക്കെ എംബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടാഗുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗുകൾ അതിൽ വരുന്നത് കൊണ്ടാണ് അതിനെ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദെൻ ഇതൊരു സ്റ്റാറ്റിക് വെബ് പേജസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. ദെൻ എല്ലാത്തിൻ്റെയും ബേസ് HTML ആണ്. അതായത് റിയാക്ട്, ആംഗുലാർ പോലുള്ള ഫ്രണ്ട് എൻഡ് ടെക്നോളജീസ് ഉണ്ടെങ്കിലും HTML-ലൂടെയാണ് നമ്മൾ അതിലേക്ക് എത്തുക. അതുകൊണ്ടാണ് HTML പഠിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നത്. ഇതാണ് ഒരു സാമ്പിൾ കോഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡോക് ടൈപ്പ് HTML എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡോക്യുമെന്റ് ടൈപ്പ്. അതൊരു HTML ടൈപ്പിലുള്ള ഡോക്യുമെന്റ് ആണെന്ന് പറയുന്നതാണ് ആ ഒരു ഫസ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. HTML ആണ് റൂട്ട് എലമെന്റ്. റൂട്ട് എലമെന്റ് എന്ന് പറയുന്നത് HTML ടാഗാണ്. ഹെഡിന്റെ അകത്ത് ടൈറ്റിൽ എന്ന് പറയുന്ന ഈ ഒരു ടാഗിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന കണ്ടന്റ് ബ്രൗസറിന്റെ ടൈറ്റിൽ ബാറിലായിരിക്കും വരുന്നുണ്ടാവുക. അത് ആ ഒരു വെബ് പേജിന്റെ അകത്തല്ല, വെബ് പേജ് റൺ ചെയ്യുന്ന ബ്രൗസറിന്റെ ടൈറ്റിൽ ബാറിലായിരിക്കും ആ ഒരു ടൈറ്റിലുള്ള മൈ ഫസ്റ്റ് വെബ് പേജ് വരുന്നുണ്ടാവും. ദെൻ ബോഡി പാർട്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എഴുതുന്ന ഓരോ ടാഗുകൾ വെച്ചിട്ട് എഴുതുന്ന കണ്ടന്റുകളായിരിക്കും യൂസറിന് വിസിബിൾ ആയിട്ട് വരുന്നത്. മെയിൻ പാർട്ടാണ് ബോഡി പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കീ കമ്പോണൻസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. History of HTML. In 1991, Tim Berners-Lee invented HTML, and in 1995, new version HTML 2.0 was released. അതിലാണ് ബേസിക് എലമെന്റ്സ് ആയിട്ടുള്ള ടേബിൾസ്, ഫോംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1997 HTML 3.2 അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, സ്ക്രിപ്റ്റിങ്ങുകളൊക്കെ ആഡ് ചെയ്യാനായിട്ട് തുടങ്ങി. 1999 HTML 4.0 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലേക്കാണ് CSS, സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള CSS ഒക്കെ ആഡ് ചെയ്യാൻ തുടങ്ങിയത്. 2008 പ്രസന്റ്ലി ഉള്ള HTML 5 എന്ന് പറയുന്ന ന്യൂവസ്റ്റ് വേർഷൻ കൊണ്ടുവന്നു. അതിലേക്ക് കുറെ എലമെന്റ്സും ടാഗുകളൊക്കെ കൊണ്ടുവന്നു. ആൻഡ് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ടാഗുകളൊക്കെ എടുത്തു മാറ്റുകയും ചെയ്തു. വൈ യൂസ് HTML? നമ്മൾ പറഞ്ഞു, ഫൗണ്ടേഷൻ ഓഫ് വെബ് പേജ് എന്ന് പറയുന്നത് HTML ആണ്. HTML-ൽ നിന്നാണ് റിയാക്ട്, ആംഗുലാർ പോലുള്ള ടെക്നോളജീസിലേക്ക് നമുക്ക് എത്താനായിട്ട് സഹായിക്കുന്നത്. ദെൻ കണ്ടന്റ് സ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ ടാഗുകൾ യൂസ് ചെയ്ത് ഒരു പെർഫെക്റ്റ് സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസ്ഡ് ആണ് HTML എന്ന് പറയുന്നത്. ആൻഡ് യൂസറിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, നീഡ്സിനനുസരിച്ച് ആ ഒരു ടാഗുകൾ നമുക്ക് യൂസ് ചെയ്യാം. ബ്രൗസേഴ്സിലാണ് HTML കോഡ് റൺ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ബ്രൗസേഴ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, HTML സപ്പോർട്ടഡ് ആണ്. ദെൻ CSS, ജാവാസ്ക്രിപ്റ്റ് പോലുള്ള ടെക്നോളജീസിനെ നമുക്ക് HTML-ലേക്ക് എംബഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ബ്രൗസറിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് വെബ് പേജസ്, നമുക്ക് വെബ്സൈറ്റുകൾ നമുക്ക് കാണാനായിട്ട് സഹായിക്കും. അപ്പോൾ അതിൽ ടോപ്പ് റാങ്കിൽ നമ്മളുടെ വെബ്സൈറ്റ് വരണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ യൂസ് ഓഫ് HTML ടാഗുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് ആ ഒരു പ്രോസസ്സിനെ പറയുന്നത്. അത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കമന്റ് എന്ന് പറയുന്നത് നോൺ എക്സിക്യൂട്ടബിൾ കോഡാണ്, കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് ബൈ ദ ബ്രൗസർ. അതായത് നമ്മൾ കമന്റ്സ് ഒരു കോഡിൽ യൂസ് ചെയ്യുന്നത് ആ ഒരു കോഡിനെ റീഡബിളും അണ്ടർസ്റ്റാൻഡബിളും ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമന്റ്സ് കൊടുക്കുക. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് സ്ലാഷ് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു കമന്റ് ഈസിലി ചെയ്യാനായിട്ട് പറ്റും. ദെൻ വാട്ട് ഈസ് എൻ എലമെന്റ്? എലമെന്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പണിംഗ് ടാഗ്, ദെൻ ക്ലോസിംഗ് ടാഗ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് എ ടാഗ്? ടാഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫണ്ടമെന്റൽ കമ്പോണന്റ് ഓഫ് HTML, and it is used to define HTML
ഡോക്യുമെന്റ്സിന്റെ അകത്ത് എലമെന്റ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഈ ഒരു ആംഗുലർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടാഗുകളെ കാണിക്കുന്നത്. ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ക്ലോസിംഗ് ടാഗും ഉണ്ട്. പക്ഷേ HTML ചില ടാഗുകൾക്ക് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ഇല്ല. അതുപോലുള്ള ടാഗുകളെയാണ് empty ടാഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് BRഉം IMG ഒക്കെ പറയാം. കണ്ടെയ്നർ ടാഗിൽ വരുന്നത് ഓപ്പണിങ്ങും ക്ലോസിംഗും ഉള്ള ടാഗ്, രണ്ടും ഉള്ള ടാഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറയുന്നത്. P-യും H1ഉം അതിനൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരും. വാട്ട് ഈസ് എൻ ആട്രിബ്യൂട്ട്? ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് അഡീഷണൽ ഇൻഫോർമേഷൻ അബൌട്ട് എൻ HTML എലമെന്റ്. ഓക്കെ, അതായത് SRC ഓൾട്ട് പോലുള്ള ആട്രിബ്യൂട്ട്സുകളാണ് നമ്മളുടെ IMG ടാഗിന് വരുന്നത്. അപ്പൊ അതുപോലെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് ഓരോ ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്. അത് അവരെ പറ്റിയിട്ടുള്ള ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ തരുന്നതാണ്. അതുകൊണ്ടാണ് അവരെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എവിടെയാണ് ഫോൾഡർ വേണ്ടത് അവിടെ വന്നിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ അത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് ഒന്നുകിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓപ്പണിംഗ് ടെർമിനൽ കൊടുക്കുക. ദെൻ കോഡ് സ്പേസ് ഡോട്ട് അടിച്ച് എൻ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടെർമിനൽ ഓപ്പൺ ആവും. അതല്ല എന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ എന്നുള്ള ഫോൾഡറിലേക്ക് കടന്നതിന് ശേഷം ഈ ഒരു അഡ്രസ് ബാറിനെ സെലക്ട് ചെയ്യുക, ഡാറ്റ ഡിലീറ്റ് ചെയ്യുക, CMD ക്ലിക്ക് ടൈപ്പ് ചെയ്യുക. ദെൻ നമുക്കൊരു ടെർമിനൽ വന്നു, അവിടെ കോഡ് സ്പേസ് ഡോട്ട് അടിക്കുക, എൻ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് VS കോഡ് ഓപ്പൺ ആവും. VS കോഡും ടെക്സ്റ്റ് എഡിറ്ററും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് VS കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. VS കോഡിൽ ബിൽറ്റിൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അവർ നമ്മളുടെ കോഡിങ് ഈസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ പറയുന്നത് നമുക്ക് HTML ലൈവ് സെർവറിൽ റൺ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സ്റ്റൻഷൻസിൽ പോയിട്ട് ലൈവ് സെർവർ എന്ന് പറയുന്ന ആ ഒരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എൻ്റെ ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഫയൽസിൽ വന്നു, index.html എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഫസ്റ്റ് VS കോഡിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ഫ്രം സ്ക്രാച്ച് കോഡ് എഴുതുന്നതിന് പകരം ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ കൊടുത്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കീ കമ്പോണൻസ് മുഴുവനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ഈ ടൈറ്റിലിനകത്ത് ഞാൻ ഒരു സാമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു നെയിം കൊടുത്തു. ഇവിടെ ഒരു H1 ടാഗ്, H1 ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഹെഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുത്തു, സാമ്പിൾ എന്ന് കൊടുത്തു. ദെൻ ഒരു P ടാഗ് കൊടുത്തു. ഇനി P ടാഗിൻ്റെ അകത്ത് എനിക്ക് കണ്ടൻസുകൾ കുറച്ചധികം വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല. ടൈപ്പ് ചെയ്യുന്നതിന് പകരം ബിൽറ്റിൻ ആയിട്ട് നമുക്ക് VS കോഡ് തരുന്ന ഒരു കാര്യമാണ് ലോറം എന്ന് പറയുന്ന ടെക്സ്റ്റ്. അപ്പോൾ അത് എത്ര വേണം, എത്ര വേർഡ്സ് അതിൽ ഉൾപ്പെടുത്തണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതുവഴി ഒരു സെന്റൻസ് ഫോം ചെയ്യാം. ഇപ്പോൾ 50 വേർഡ്സ് ഉള്ള ഒരു ടെക്സ്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അത് ലെങ്തി ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മളിത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം ലൈവ് സെർവർ ഉള്ളത് കൊണ്ട് ഒന്നുകിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. അതല്ലെങ്കിൽ നമ്മളിവിടെ ഗോ ലൈവ് ഉണ്ട്, ഗോ ലൈവ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബ്രൗസറിലേക്ക് അത് ഓപ്പൺ ആവും. ദെൻ കണ്ടന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് ടൈറ്റിൽ ബാർ ബ്രൗസറിന്റെ. അവിടെ സാമ്പിൾ എന്ന് പറഞ്ഞ് നമ്മൾ ടൈറ്റിലിൽ കൊടുത്ത് കണ്ടന്റ് വന്നിട്ടുണ്ട്. ഇത് H1 ടാഗ്, ഇത് P ടാഗ്. ദെൻ ഇവർ രണ്ടുപേരും എന്താണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വെബ് ഡെവലപ്മെന്റിലേക്ക് പോകാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുള്ളൂ. താങ്ക് യു.